എന്താണ് ഇന്നലെ പറഞ്ഞത്? ജസ്റ്റ് ഒരു ബേസിക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇന്നലെ. ലെയ്ത്ത് അല്ലേ? ലെയ്ത്ത് മെഷീൻ എന്ന് പറയുന്ന, അതായത് ലെയ്ത്ത് എന്ന് പറയുന്നത് ഒരു വളരെ വേഴ്സറ്റൈൽ ആയിട്ട് അല്ലെങ്കിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ടൂളാണ് എന്ന് പറഞ്ഞു അല്ലേ? ലെയ്ത്തിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെറ്റൽ റിമൂവ് ചെയ്യുക അല്ലേ? ഒരു ഒബ്ജക്റ്റ് മെറ്റൽ, ഒരു ജോബ് മെറ്റൽ റിമൂവ് ചെയ്യുക ആൻഡ് ടു മേക്ക് ഇറ്റ് ഇൻ എ റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ്. ഇതാണ് നമ്മൾ ലെയ്ത്തിൽ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ലെയ്ത്തിന് പല ടൈപ്സ് ഓഫ് ലെയ്ത്ത് ഉണ്ട് അല്ലേ? അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ലെയ്ത്തിന്റെ ടൈപ്സ് പഠിക്കുന്നതിനെക്കാട്ടും മുന്നേ ഒരു ലെയ്ത്തിൽ എന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന് അറിയണം. സോ ആദ്യം ഒരു ബേസിക് പ്രിൻസിപ്പിൾ നോക്കി നമ്മൾ എങ്ങനെ നമ്മളൊരു ലെയ്ത്തിൽ, ഏത് ലെയ്ത്ത് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന്. അതായത് ഒരു ജോബ് വളരെ സെക്യൂർലി ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ലൈക്ക് ചക്ക് അല്ലെങ്കിൽ ബിറ്റ്വീൻ സെൻറ്റേഴ്സ് എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. അങ്ങനെ നമ്മൾ ജോബ് ഹോൾഡ് ചെയ്യുന്നു അല്ലേ? ടൂൾ ഹോൾഡ് ചെയ്യുന്നു. വിൽ യൂസ് എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. എന്നിട്ട് നമ്മൾ ഈ വർക്ക് റിവോൾവ് ചെയ്യുന്ന സമയത്ത് അല്ലേ, വർക്കിനൊരു റൊട്ടേഷൻ കൊടുക്കുന്നു. സെയിം വേ ഒരു റിലേറ്റീവ് മോഷൻ ഉള്ള സമയത്ത് മെറ്റൽ റിമൂവ് ചെയ്യുന്നു. ഇതാണ് ലെയ്ത്തിലെ ഒരു ബേസിക് പ്രിൻസിപ്പൽ. അപ്പം അതിൻ്റെ പാർട്സ് പറയുമ്പം came into, there are parts like bed, headstock, carriage, tailstock, apron. വളരെ ബ്രോഡായിട്ട് നമുക്ക് ഇത്രയും പറയാം, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഇതിനുള്ളിലോട്ട് കയറുമ്പം കുറേ വരും അല്ലേ? അപ്പോൾ നമ്മൾ ബെഡിനെ പറ്റി എന്താ പറഞ്ഞത്? വാട്ട് യു മീൻ ബൈ ബെഡ്? ബെഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സോ ബെഡ് എന്ന് പറയുന്നത്, ഞാൻ ഒന്ന് ഈ ഒരു പാർട്സ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ ഓർമ്മ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് എല്ലാവരും. ബെഡ് എന്ന് പറയുന്നത് ഒരു ബേസ് ഓഫ് ദ മെഷീനാണ് അല്ലേ? ഈ ബെഡ് എന്ന് പറഞ്ഞത് വളരെ മാസീവ് ആയിട്ടുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ പീസ് കാസ്റ്റിംഗ് ആണ്. സോ ആ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്, അതായത് കാസ്റ്റ് ചെയ്തെടുക്കപ്പെട്ട ഒരു സിംഗിൾ പീസ് സാധനമാണ്, റിജിഡ് ആയിട്ടുള്ള സാധനമാണ് ഇത്. ഈ ഒരു ബെഡാണ് ബാക്കിയുള്ള ആക്റ്റീവ് പാർട്സിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഒരു ബെഡിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അല്ലെ, ലെഫ്റ്റ് എൻഡിലാണ് ശരിക്കും പറഞ്ഞ ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവുക. ഒരു ബെഡിന്റെ റൈറ്റ് സൈഡിലാണ് ടെയിൽ സ്റ്റോക്ക് ഉണ്ടാവുക. കാരേജ് എന്ന് പറയുന്നത് ഒരു ബെഡിൽ സ്ലൈഡ് ചെയ്യാണ് ചെയ്യുക. ഈ സ്ലൈഡ് ചെയ്യാൻ വേണ്ടി എന്താവും? ബെഡിന്റെ മേലെ ഗൈഡ് വേസ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ 2 സെറ്റ് ഗൈഡ് വേസ് ഉണ്ടാവും. ഒരു സെറ്റ് ഈ പറയുന്ന ഇന്നർ വേ സെറ്റ് എന്നാണ് പറയുക അതിന്. ഒരു ഔട്ടർ വേ സെറ്റും ഉണ്ടാവും. ഒരു ഇന്നർ വേ സെറ്റിൽ, അതായത് ഇന്നർ വേ ഗൈഡ് വേസ് ആണെങ്കിൽ അതിന്റെ മേലെയാണ് ടെയിൽ സ്റ്റോക്കിന് ചെറുങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റുക. ഒരു ഔട്ടർ വേയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരേജിന് മൂവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി ഇത് ഈ ഗൈഡ് വേസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫ്ലാറ്റ് ആവാം അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ബി ഷേപ്പ് ആവാം. അപ്പം ബെഡിന് ഇത്രയും പോയിന്റുകളുണ്ട്. ഇത്രയും പോയിന്റ്സ് വളരെ ചുരുക്കിയിട്ട് ഞാൻ ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതിയിരുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇതിൽ ഞാൻ പറഞ്ഞു ബെഡിൽ ഒരു കാസ്റ്റിംഗ് ആണ്, കാസ്റ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ പീസ് കാസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ കാസ്റ്റിംഗ് പൊതുവേ ചെയ്യപ്പെടുന്ന ജനറലി ഇറ്റ്സ് മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ അലോയ്ഡ് വിത്ത് നിക്കൽ ആൻഡ് ക്രോമിയം. ഓക്കെ, ഇനി ബെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സ്ട്രോങ്, ഞാൻ പറഞ്ഞ പോലെ മാസീവ് ആൻഡ് റിജിഡ് ടു റെസിസ്റ്റ് കട്ടിംഗ് ഫോഴ്സ് ആൻഡ് വൈബ്രേഷൻ. ബെഡ് എന്ന് പറയുന്ന സാധനത്തിൽ ഇത്രയും പോയിന്റ്സ് ഉണ്ടാവും. ഇത്രയും പോയിന്റ്സ് ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ. ഓക്കെ. ഇനി ഹെഡ് സ്റ്റോക്ക് അല്ലെ? ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ പറഞ്ഞതുപോലെ ബെഡിന്റെ ലെഫ്റ്റ് സൈഡിൽ, ബെഡിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ദ മെയിൻ ഫങ്ഷൻ ഓഫ് എ ഹെഡ് സ്റ്റോക്ക് ഈസ് ടു ട്രാൻസ്മിറ്റ് പവർ ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ലെയ്ത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് സ്റ്റോക്കിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക, പല പാർട്സിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ ഹെഡ് സ്റ്റോക്കിലാണ് സംഭവിക്കുന്നത്. ഇറ്റ് കംപ്രൈസസ് ഓഫ് ഹെഡ് സ്റ്റോക്ക് കാസ്റ്റിംഗ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാസ്റ്റിംഗ്, ഹെഡ് സ്റ്റോക്ക് കാസ്റ്റിംഗ് ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്.
അപ്പം ദ മെയിൻ ഒരു 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 മെയിൻ സ്പിൻഡിൽ ഉണ്ടാവും. ഈ സ്പിൻഡിലാണ് നമ്മളല്ലേ ഒരു ലൈവ് സെന്റർ എന്ന് പറയുന്ന സാധനം അറ്റാച്ച് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് എന്ന് പറയുന്ന സാധനം അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. പിന്നെ ഈ ഹെഡ് സ്റ്റോക്കിൽ വരുന്നത് ഈ ഡ്രൈവ്സ് കാര്യങ്ങളൊക്കെ ഹെഡ് സ്റ്റോക്കിന്റെ സൈഡിലാണ് വരുന്നത്. സം ഗിയേഴ്സ്, അതായത് വീൽ ചേഞ്ചിങ് കാര്യങ്ങൾ, അങ്ങനത്തെ ചെറിയ ചെറിയ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റപ്സ് ഒക്കെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, അതായത് ഹെഡ് സ്റ്റോക്ക് കാസ്റ്റിംഗിന്റെ മേലെ വരും. അപ്പോൾ ഇതാണ് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ക്ലാംപ്ഡ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ഇറ്റ് ഹാസ് എ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ, hollow cylindrical shaft supported by bearings, and it provides drive through gears to the work holding devices. ഓക്കെ, ഈ ചെക്ക് എന്ന് പറയുന്നത് വൺ ഓഫ് ദ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്. ദിസ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ലേത്ത്. ഇനി നമ്മൾ പറയുമ്പോൾ കാരേജ് എന്ന് പറയുന്നത് അല്ലേ, കാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് ബെഡിന് മൂവ് ചെയ്യിക്കുന്ന, അല്ലെ ബെഡിന്റെ ഗൈഡ് വേസിലൂടെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ, ടോട്ടൽ പാർട്ടിനെയാണ് നമ്മൾ കാരേജ് എന്ന് പറയുന്നത്. കാരേജിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 to 5 പാർട്സ് ഉണ്ട് മെയിനായിട്ട്. ഓക്കെ, 5 പാർട്സ് ഉണ്ട് ആക്ച്വലി, ഞാൻ 4 എഴുതിയില്ല, 5 പാർട്സ് ഉണ്ട്. ഞാൻ ആപ്രോൺ ടൂൾ പോസ്റ്റ് എഴുതിയിട്ടില്ല. സാഡിൽ, ക്രോസ് സ്ലൈഡ്, ആപ്രോൺ, കോമ്പൗണ്ട് റെസ്റ്റ് ആൻഡ് ടൂൾ പോസ്റ്റ് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആപ്രോൺ, ദെൻ കം സാഡിൽ, ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ് ആൻഡ് ടൂൾ പോസ്റ്റ്. ഓക്കെ, നമുക്ക് ആപ്രോൺ ലാസ്റ്റ് പറയാം. ജസ്റ്റ് സാഡിൽ വെച്ച് തുടങ്ങാം അല്ലെ. സാഡിൽ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. എന്താണ് സാഡിൽ എന്നുള്ളത്? സാഡിൽ എന്ന് പറയുന്നത് ഒരു എച്ച് ഷേപ്പ് കാസ്റ്റിംഗ് ആണ്. ഇത് ബെഡിന്റെ ഗൈഡ് വേസിന്റെ മേലെയാണ് വരുന്നത്. ഇതാണ് ഗൈഡ് വേസിലൂടെ മൂവ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ മേലെയാണ് ക്രോസ് ലൈഡും ടൂൾ പോസ്റ്റ് ഒക്കെ വരുന്നത്. ഈ മൂവ് ചെയ്യുന്ന സാധനം നമുക്ക് എവിടെയെങ്കിലൊക്കെ ലോക്ക് ചെയ്യേണ്ടി വരില്ലേ, അതിനൊക്കെ നമ്മൾ സാഡിലാണ് ശരിക്കും നമുക്കൊരു പൊസിഷനിൽ ലോക്ക് ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. സോ ദെൻ കംസ് ക്രോസ് സ്ലൈഡ്. അതിന് മേലെയാണ് ക്രോസ് സ്ലൈഡ് ഉണ്ടാകുക. ഇത് സാഡിലിന് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് റെസ്റ്റും ടൂൾ പോസ്റ്റും ഇതിന്റെ മേലെയാണ് എന്നുള്ളതാണ്. കോമ്പൗണ്ട് റെസ്റ്റ് ആണ് നമ്മൾ ഒരു ഡിഗ്രിയിലൊക്കെ തിരിച്ച്, നമുക്കൊരു ടൂൾ പോസ്റ്റ് തന്നെ ഒരു ഇൻക്ലിനേഷനിൽ ചെയ്യണമെങ്കിൽ നമ്മൾ കോമ്പൗണ്ട് റെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കോമ്പൗണ്ട് റെസ്റ്റിനെ ഡിഗ്രീസിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന ഒരു മാർക്ക് ചെയ്തിട്ടൊരു പാർട്ട് ഉണ്ടാവും, ഇത്ര ഡിഗ്രി എന്നുള്ള സ്കീമിൽ. ആൻഡ് യൂസ്ഡ് ഡ്യൂറിങ് ദിസ് ടാപ്പർ ടേണിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കോമ്പൗണ്ട് റെസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, മൈക്രോ ഡയൽസ് ഒക്കെ ഉണ്ടാവും ടു ഷോ ദ ഡെപ്ത് ഓഫ് കട്ട്. ആൻഡ് ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ടൂൾ എവിടെയാണോ ക്ലാമ്പ് ചെയ്യുന്നത് അതിനെയാണ് ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത്. പല ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റുകളുണ്ട്. അതായത് ഓപ്പൺ സൈഡ് ടൂൾ പോസ്റ്റ് ഉണ്ട്, ഓപ്പൺ ആയിട്ടുള്ളത് 4 വേയുള്ള ടൂൾ പോസ്റ്റ് ഉണ്ട്, ഒരൊറ്റ, അതായത് 4 സൈഡ് നമുക്ക് ടൂൾ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾ പോസ്റ്റുകളുണ്ട്. പിന്നെ സിംഗിൾ സ്ക്രൂ ഉണ്ട്. അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ടൂൾ, അതായത് ടൂൾ നമ്മൾ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് പല രീതിയിലുള്ള ടൂൾ പോസ്റ്റുകളുണ്ട്. ആൻഡ് ടൂൾ പോസ്റ്റ് ഈസ് ഫിറ്റഡ് ഓവർ എ കോമ്പൗണ്ട് റെസ്റ്റ് അല്ലേ. ഇനി ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഒരു പാർട്ടിനെയാണ്, അതായത് ബെഡിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ സ്ഥിതി ചെയ്യുന്ന ഒരു സാധനത്തെയാണ് ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലെ, ലെയ്ത്തിന്റെ. ആൻഡ് എന്താണ് ടെയിൽ സ്റ്റോക്കിന്റെ മെയിൻ എന്താ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരു ലോങ് സർക്കുലർ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഡെഡ് സെൻറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടെയിൽ സ്റ്റോക്ക് ആണ്. ഓക്കെ, ആൻഡ് ഓപ്പറേഷൻസ് ലൈക്ക് ഡ്രില്ലിങ്, ടാപ്പിംഗ്, റീമിങ്, ഇങ്ങനത്തെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏതിൽ ചെയ്യാൻ പറ്റും? ഈ ടെയിൽ സ്റ്റോക്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് ആയിട്ട് അല്ലെ, നമ്മളെ പാർട്സിന്റെ ബേസ് ആയിട്ട് വരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആപ്രൺ എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഫിഗർ കാണുന്നില്ലേ എല്ലാവരും? ഈ ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? യെസ്, ഈ ഫിഗർ നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നത് ഒരു കാരേജ് ആണ്. ഓക്കെ, ഒരു ഫുൾ കാരേജ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ മുന്നിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു പാർട്ട് ഉണ്ട്. ആ പാർട്ടിനെയാണ് നമ്മൾ ആപ്രൺ എന്ന് പറയുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് ആപ്രൺ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് ആപ്രൺ ഒരു ഹാൻഡ് വീൽ ഉണ്ടാവും, അതിനാണ് ആപ്രൺ ഹാൻഡ് വീൽ എന്ന് സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു
നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്രണിന്റെ, അതായത് ബെഡിൽ ഒരു ഗൈഡ് വൈസിലൂടെയാണ് ഇത് മൂവ്. രണ്ടൊരു ഇത് കണ്ടോ, എന്താ റൈറ്റ് സൈഡിൽ രണ്ട് ബാർ പോലത്തെ ഒരു സാധനം കണ്ടോ? റെയിലാ? സ്ക്രൂ ആണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മേലൂടെയാണ്. അതെ. അല്ലല്ല, ഇതില്ലേ റൈറ്റ് സൈഡിൽ, ഈ ഫോട്ടോന്റെ റൈറ്റ് സൈഡിൽ, അതായത് കാരേജ് മൂവ് ചെയ്യുന്ന ഒരു പാർട്ട് പോലെ രണ്ട് ത്രെഡ് പോലത്തെ ഒരു സംഭവം കണ്ടോ? ഓക്കെ. ഒരു ലോങ് ഷാഫ്റ്റ് പോലത്തെ സാധനം. ആ, അതിന്റെ മേലൂടെയാണ് കാരേജ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. ആപ്രോൺ ഉണ്ട്, അതിന്റെ മേലെ ആപ്രോൺ ഉണ്ടാവും, ആപ്രോണിന്റെ മേലെ സാഡിൽ ഉണ്ടാവും. കണ്ടോ? സാഡിൽ അല്ലേ ഉള്ളത്? സാഡിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് സാഡിൽ. ആപ്രോണിന്റെ മേലെ സാഡിലിന്റെ മേലെ ക്രോസ് സ്ലൈഡിന്റെ മേലെ കോമ്പൗണ്ട് റെസ്റ്റിന്റെ മേലെ ആണ് നമ്മൾ ടൂൾ പോസ്റ്റ് വെക്കുന്നത്. ഓക്കെ, ഇതാണ് സെറ്റപ്പ് ഉണ്ടാവുക ടോട്ടൽ. ഇനി ഈ കാരേജിൽ തന്നെ ആയിരിക്കും നമുക്ക് ഈ ഫീഡ് ഡയറക്ഷൻ, അതായത് കുറച്ച് ലിവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫീഡ് എങ്ങനെ കൊടുക്കുന്ന ഡയറക്ഷൻ പ്ലഗർ ഉണ്ടാവും. ഓട്ടോമാറ്റിക് ഫീഡ് ലിവർ, അതായത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഫീഡ് കൊടുക്കാൻ പറ്റും. ഇനി സ്പ്ലിറ്റ് നട്ട് ലിവർ എന്ന് പറയുന്ന സാധനം അതുണ്ടാവും. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലിവേഴ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന്റെ മേലെയാണ് ഉണ്ടാവുക. ഓക്കെ. ബാക്കിയുള്ള ഗിയറിംഗ് പോർഷൻസ്, അതിന് ഡ്രൈവ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഗിയർ എത്ര സ്പീഡ്, അത് ഇത് കാര്യങ്ങളൊക്കെ, അതിന്റെ ഹാൻഡ്ലിംഗ് ഒക്കെ ചെയ്യുന്നത് ഹെഡ് സ്റ്റോക്കിന്റെ സൈഡിലാണ്. ഓക്കെ. ഇനി ആപ്രൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുന്നിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു പാർട്ട് എന്നുള്ള സ്കീമിലാണ്. സോ ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് ടു സാഡിൽ ആൻഡ് ഹാങ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബെഡ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ബെഡിൽ ഹാങ് ചെയ്യുന്നത്, അതായത് നമ്മുടെ മുന്നിലോട്ട് ഹാങ് ചെയ്ത് കിടക്കപ്പെടുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആപ്രോൺ എന്ന് വിളിക്കുന്നത്. ഗിയർ, ലിവേഴ്സ് ആൻഡ് ക്ലച്ചസ് ഫോർ മൂവിങ് ദ കാരേജ്, ടോട്ടൽ മൂവിങ് ദ കാരേജ് വിത്ത് ലീഡ് സ്ക്രൂ ഓഫ് ദ ത്രെഡ് കട്ടിങ്ങിന്റെ ലീഡ് സ്ക്രൂ അടക്കമുള്ള ഫുൾ കൺട്രോൾ ഉണ്ടാവുക ഈ ആപ്രോണിൽ. അതായത് ഇതിന്റെ ഗിയേഴ്സ് കാര്യങ്ങളൊക്കെ, ലിവേഴ്സ് ഒക്കെ ഉണ്ടാവുക ആപ്രോണിലായിരിക്കും. ഓക്കെ. ആപ്രോൺ ഹാൻഡ് വീൽ ഈസ് യൂസ് ടു മൂവ് ദ കാരേജ് പാരലൽ ടു ദ ലെയ്ത്ത്. അപ്പൊ ഈ കാണുന്ന ഈ വലിയ ആപ്രോൺ ഹാൻഡ് വീൽ വെച്ചിട്ടാണ് നമ്മൾ കാരേജിനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അലോങ് ദ ഗൈഡ് വേസ് മൂവ് ചെയ്യിക്കുന്നത്. ഓക്കെ. പാർട്സ് ഓഫ് ദ ലെയ്ത്ത് ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. ഓക്കെ. അപ്പം ഇതാണ് പാർട്സ്. ഇനി ഫീഡ് മെക്കാനിസം എന്ന് പറയുന്നത്, ഇത് കോമൺ ഫീഡ് മെക്കാനിസം ആണ്. അതായത് എങ്ങനെ ഒരു ലെയ്ത്തിൽ കോമൺലി movement of the tool related to the workpiece is termed as feed. So there are 3 types of feed: longitudinal, cross and angular. ഫീഡ് മെക്കാനിസം എന്നുള്ള രീതിയിലല്ല, അത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫീഡ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയാം. സോ ടൂൾ മൂവ്സ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ലെയ്ത്ത്, അതിനെയാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ ഫീഡ് എന്ന് പറയുന്നത്. ആലോചിക്കുക, ടൂൾ മൂവ്സ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ലെയ്ത്തിന് ആക്സിസിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ ഫീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ മൂവിങ് ദ കാരേജ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന ലോങ്ങിറ്റ്യൂഡിനൽ ഫീഡ് കിട്ടുന്നത്. ഓക്കെ. കാരേജ് നമ്മൾ ആ ആപ്രോൺ ഹാൻഡ് വീൽ വെച്ചിട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൂവ് ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ ഫീഡ് എന്ന് പറയുന്നത്. So in which tool moves parallel to the axis of the lathe. Any tool moves perpendicular to the axis of the lathe, അതായത് ക്രോസ് ഫീഡ് എന്ന് പറയും, which is achieved by moving the cross slide. അതായത് സാഡലിന്റെ മേലെയുള്ള ക്രോസ് സ്ലൈഡിനെ നമ്മൾ ക്രോസ് ആയിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും. സോ ആ ഒരു മൂവ്മെന്റ് വരുമ്പോൾ ടൂൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ലെയ്ത്ത്. അതായത് നമ്മൾ കുറച്ച് കൂടി, അതായത് ഉള്ളിലോട്ട് ടൂൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് കൊടുത്തിട്ട് ലോങ്ങിറ്റ്യൂഡിനൽ ഫീഡ് കൊടുക്കുന്ന രീതിയിൽ. സോ ഇറ്റ് ഇസ് ക്രോസ് ഫീഡ്. ഇനി ആംഗുലാർ ഫീഡ് എന്ന് പറയുന്നത് ടൂൾ മൂവ്സ് അറ്റ് ആൻ ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് ദ ലെയ്ത്ത്. ഒരു ആംഗിളിലാണ് ടൂൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ടൂൾ മൂവ്സ് അറ്റ് ആൻ ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് ദ ലെയ്ത്ത്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ മൂവിങ് ദ കോമ്പൗണ്ട് റസ്റ്റ് ആഫ്റ്റർ സ്വെല്ലിംഗ് ഇറ്റ് ടു ആൻ ആംഗിൾ ടു ദ ആക്സിസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കോമ്പൗണ്ട് റസ്റ്റ് എന്ന് പറയുന്നത് ഒരു മാർക്കിംഗ് ഡിഗ്രീസ് ഉള്ള ഒരു സാധനമാണ്. നമുക്കതൊരു ആംഗുലാർ കട്ടിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊരു ഇപ്പോൾ 0 ഡിഗ്രിയിലുള്ളതാണെങ്കിൽ അതൊരു 30 ഡിഗ്രി ഒക്കെ നമുക്ക് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ദെൻ ടൂൾ വിൽ ബി അറ്റ് എ ആംഗിൾ. എന്നിട്ട് നമ്മൾ
ഈ സ്വെല്ലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂവിങ് ദിസ് കോമ്പൗണ്ട് സ്ലൈഡ് മീൻസ് tool moves at an angle to the axis of the light and it is called angular feed. ഇത് ഒരു 3 ടൈപ്പ് ഓഫ് ഫീഡ് ആണ്. ഫീഡിങ് 3 ടൈപ്പ് ഓഫ് ഫീഡിങ് എന്ന് പറയും. നമ്മൾ ഫീഡ് ചെയ്യുന്നത് എങ്ങനെ ടൂൾ റിലേറ്റീവ് ആയിട്ട് എങ്ങനെ മൂവ് ചെയ്യുന്നു 3 രീതിയിലായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് പറയാം. 3 രീതിയിലാണ് നമ്മൾ ശരിക്കും ടൂളും വർക്ക് പീസും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ വരുന്നത് എന്ന് വേണേൽ പറയാം. അങ്ങനെ പറയുന്നതിന് നിങ്ങൾ ലോങ്ങിറ്റ്യൂഡിനൽ ഫീഡ്, ക്രോസ് ഫീഡ് ആൻഡ് ആംഗുലാർ ഫീഡ് എന്ന് പറയുന്നത്. ഹോപ്പ് ഇതും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? Yes, sir. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലെയ്ത്തിനെയാണ്. പൊതുവെ ഞാൻ നമ്മുടെ KTUവിൻ്റെ ഒരു മോഡ്യൂൾ പ്രകാരം ലെയ്ത്ത് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് മോഡ്യൂളിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സെക്കൻഡ് മോഡ്യൂളിൽ ലെയ്ത്ത് ഫുൾ ഒതുക്കാതെ ഈ ഓട്ടോമാറ്റിക് ആൻഡ് സെമി ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു 5th മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. അതിൻ്റെ മെക്കാനിസവും കാര്യങ്ങളൊക്കെ അവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഹിയർ ഓൺലി ടൈപ്സ് ഓഫ് ലെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ലെയ്ത്ത് മാത്രമേ പഠിക്കാനുള്ളൂ. എന്താണ് ടൈപ്പ് ഓഫ് ലെയ്ത്ത് എന്ന് പറയും. നമുക്കപ്പോൾ സെമി ഓട്ടോമാറ്റിക് ആൻഡ് ഓട്ടോമാറ്റ്സ് എന്ന് പറയുന്ന സാധനം 5th മോഡ്യൂളിലാണ് പഠിക്കാനുള്ളത്. അത് അവിടെ കിടക്കട്ടെ. അപ്പം ടൈപ്സ് ഓഫ് ലെയ്ത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നു മാത്രം. ഇതിലും ടൈപ്സ് ഓഫ് ലെയ്ത്ത് എന്ന് ഇപ്പോൾ പൊതുവേ ലെയ്ത്തിൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഈ മെക്കാനിസംസ് ആണ് ചോദിക്കുന്നത്. അതായത് ഒന്നിക്കൽ എങ്ങനെ ടൈപ്സ് ഓഫ് ലെയ്ത്ത് ചോദിക്കാറുണ്ട്, ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെയ്ത്തിനെ പറ്റി നല്ലോണം എഴുതാൻ പറയാറുണ്ട്. ഈ കാരേജിനെ പറ്റി പർട്ടിക്കുലർലി ചോദിക്കാറുണ്ട്, പാർട്സിനെ പറ്റി ചോദിക്കാറുണ്ട്. പാർട്ട് എന്തിന്റെ ഫംഗ്ഷൻ ആണ്, ഈ പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. സെയിം വേ ലൈക്ക് ഓപ്പറേഷൻസ്, ഒരു ലെയ്ത്തിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഓപ്പറേഷൻസ് എടുത്തിട്ട് എന്തൊക്കെയാണ്, ഇതെന്താണ് ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് ലെയ്ത്തിന്റെ ഭാഗമായിട്ട് സെക്കൻഡ് മോഡ്യൂളിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ലൈക്ക് ത്രെഡ് കട്ടിങ്, എങ്ങനെയാണ് ത്രെഡ് കട്ടിങ് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ നമ്മൾ ആ രീതിയിൽ മാത്രമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ലെയ്ത്ത്, പല ടൈപ്പ് ഓഫ് ലെയ്ത്ത് ഉണ്ട്. സ്പീഡ് ലെയ്ത്ത്, എൻജിൻ ലെയ്ത്ത്, ബെഞ്ച് ലെയ്ത്ത്, ടൂൾ റൂം ലെയ്ത്ത്, സെമി ഓട്ടോമാറ്റിക് ലെയ്ത്ത്, ഓട്ടോമാറ്റിക് ലെയ്ത്ത്, ഇതൊന്നും കൂടാതെ സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്ത് എന്ന ലെയ്ത്ത് ഉണ്ട്. ഓക്കെ, സ്പീഡ് ലെയ്ത്ത് എന്ന് പറയുന്നത് ആസ് എ സ്പീഡ് ഓഫ് ദ സ്പിൻഡിൽ ഈസ് വെരി ഹൈ, ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്പീഡ് ലെയ്ത്ത്. Spindle is driven by a high-speed motor through belt. 2 or 3 range of spindle speeds can be obtained, and it is mainly used for metal spinning, polishing. ഈ സ്പീഡ് ലെയ്ത്തിനെ പറ്റിയിട്ടുള്ള ഒരു 4 പോയിന്റാണ് ഞാൻ കോമൺലി ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ വാട്ട് യു മീൻ ബൈ സ്പീഡ് ലെയ്ത്ത് ഈസ് ദാറ്റ് നമുക്ക് കോമൺ ആയിട്ട് നല്ല ഒരു യൂസ് ചെയ്യുന്ന ഒരു ലെയ്ത്ത്, അതായത് സ്പീഡിനാണ് ഇതിൻ്റെ ഒരു അതായത് നമുക്ക് അറ്റൈൻ ചെയ്യുന്ന സ്പീഡ് കുറച്ച് കൂടുതൽ ആയിട്ട് കിട്ടുന്നതിനെ ഒരു ടൈപ്പ് ഓഫ് ലെയ്ത്തിനെ നമുക്ക് സ്പീഡ് ലെയ്ത്ത് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് കോമൺലി ഡ്രിവൺ അറ്റ് എ ഹൈ സ്പീഡ് ത്രൂ മോട്ടോർ, ഓക്കെ, ത്രൂ ബെൽറ്റ്സ്, ആൻഡ് 2 or 3 range of spindle speeds is being obtained, and it is mainly used for metal spinning, polishing. Metal spinning ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, how metal spinning is being done, എങ്ങനെയാണ് പോളിഷിങ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മാനുഫാക്ചറിങ് ടെക്നോളജിയിൽ സ്പിന്നിങ് പഠിക്കേണ്ടതാണ്, ഇല്ലേ? പഠിച്ചിട്ടില്ലേ? സ്പിന്നിങ്, മെറ്റൽ സ്പിന്നിങ്, ഫോമിങ് പ്രോസസ്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഹലോ, പഠിച്ചിട്ടില്ലേ? യെസ്. നിങ്ങൾ മാനുഫാക്ചറിങ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട സാധനം എന്താ വെച്ചാൽ, ഇപ്പം ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ കിട്ടുന്ന ഓരോ പ്രൊഡക്റ്റും മാനുഫാക്ചറിങ് ആണ്. അപ്പം അതാണ് ചിന്തിക്കേണ്ടത്. ഇപ്പം നമുക്ക് ഈവൻ എനിക്ക് എല്ലാം അറിയാന്നുള്ള സ്കീമിലല്ല, നമുക്ക് എല്ലാ പ്രൊഡക്റ്റും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണമെന്നല്ല. അപ്പം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും നമ്മുടെ കയ്യിൽ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഹൗ ഇറ്റ് ഈസ് ബീൻ മാനുഫാക്ചേർഡ്, ആ ഒരു രീതിയിലാണ് മാനുഫാക്ചറിങ്ങിനെ കാണേണ്ടത്. മാനുഫാക്ചറിങ് അങ്ങനെ നോക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ
നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പാർട്ടായിട്ട് വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പൊ തെർമോഡൈനാമിക്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായ ഒരു പാർട്ട് ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണെങ്കിൽ അതിൻ്റെതായ ഒരു പാർട്ട് ഉണ്ടല്ലേ. ഈ മാനുഫാക്ചറിങ് എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെർമോഡൈനാമിക്സിലൊക്കെ പല ലൂസ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഓക്കെ ഇറ്റ് എക്സിസ്റ്റ് ആസ് ലൂസ്, ഇങ്ങനെയുണ്ട്, ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഹീറ്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാം, ചെയ്യാം, നമുക്ക് ഫീൽ ചെയ്യാനും പറ്റും ചിലതൊക്കെ. ബട്ട് മാനുഫാക്ചറിങ് അങ്ങനെയല്ല. മാനുഫാക്ചറിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മളാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുമുന്നിൽ ചെയ്യുന്ന നിങ്ങൾ കാണുന്ന പല കാര്യങ്ങളും, ഓട്ടോമാറ്റ്സ് എന്ന് പറയുന്ന പല കാര്യങ്ങളും മാനുഫാക്ചേർഡ് ആണ്. സോ അതാണ് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫീൽഡിനോടുള്ള എക്സ്ട്രാ ഇതായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ മെഷീൻസ് ഒക്കെ പഠിക്കുമ്പം എന്ത്, എങ്ങനെ, എവിടെ എന്ന് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. അങ്ങനെ വേണം ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ. സോ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിക്കുന്നത് പൊതുവെ. നിങ്ങളും അങ്ങനെ തന്നെ പഠിക്കുക. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ എഴുതാൻ പറ്റണം ഇതിൽ. ഒരിക്കലും ഇപ്പോൾ ഞാൻ ഈ സ്ലൈഡ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ സ്ലൈഡ്സിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ ഈ ബെഡിനെ പറ്റിയിട്ട് ഒരു 4 കാര്യങ്ങൾ മാത്രമേ പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ അല്ലെ. പക്ഷെ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു ബെഡിനെ പറ്റിയിട്ട്, മാസീവ് റിജിഡ് ആണ്, അതാണ്, ഇതാണ്. ബട്ട് ഇതൊന്നും ഞാൻ പോയിന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പം വെറും ഈ ഒരു കാര്യങ്ങൾ, സ്ലൈഡിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കരുത്. ഓക്കെ, ഇത് പർട്ടിക്കുലർലി എല്ലാ കാര്യത്തിനും അപ്ലിക്കബിൾ ആണ്, പർട്ടിക്കുലർലി ഈ മെഷീൻ ടൂൾസിന്. ഞാൻ നിങ്ങൾക്ക് തരുന്ന സ്ലൈഡ് പഠിക്കണം, ഇത് വെച്ചിട്ടാണ് പഠിക്കേണ്ടത്, ഇല്ല എന്നല്ല. പക്ഷെ ഇത് മാത്രം പഠിച്ചിട്ട് പോകരുത്. ഓക്കെ ഓക്കെ സാർ. ഓക്കെ സർ. ഓക്കെ. ഇനി എൻജിൻ ലെയ്ത്ത് എന്ന് പറയുന്ന സംഭവം, how engine lathe, okay, as it was driven by a steam engine in very early days. അതായത് സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ടോ എല്ലാവരും? സ്റ്റീം എഞ്ചിൻ ഇല്ല. ഓക്കെ, സ്റ്റീം എഞ്ചിന് നിങ്ങൾക്ക് പിന്നെ സ്റ്റീമിൽ വർക്ക് ചെയ്യുന്ന ട്രെയിനിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളൊരു ഇപ്പോഴും ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് കോയമ്പത്തൂരിൽ നിന്ന് ഊട്ടിയിലോട്ട്, കോയമ്പത്തൂർ വരെ ഇല്ല, ഊട്ടിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ഒരു സ്റ്റീം എഞ്ചിൻ ഉണ്ട്, സ്റ്റീം എഞ്ചിൻ ട്രെയിൻ ഉണ്ട്. ഇറ്റ് ഈസ് എ വെരി ഗുഡ് റൈഡ്. നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ സ്റ്റേഷനിൽ നിങ്ങൾക്ക് സ്റ്റീം എഞ്ചിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും ട്രാവലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഹാവ് എ ലുക്ക്. ഓക്കെ, ഊട്ടി സൈഡ്, ഊട്ടിയിൽ നിന്ന് താഴോട്ടേക്കൊരു എഞ്ചിനുണ്ട്, സ്റ്റീം എഞ്ചിൻ വെച്ചിട്ട് വരുന്ന ട്രെയിൻ, അതൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി എന്തായാലും സ്റ്റീം എഞ്ചിൻ എന്ന് പറഞ്ഞപ്പം കത്തി ഒരു കാര്യമായിട്ട് പറഞ്ഞു മാത്രം. സോ ഓക്കെ, എഞ്ചിൻ ലെയ്ത്ത് എന്ന് പറയുന്ന സാധനം പണ്ടത്തെ സ്റ്റീം എഞ്ചിൻ ഡ്രിവൺ പോലത്തെ ഒരു ഏർലി ഡേയ്സിലായതുകൊണ്ട് അതിനൊരു പേര് വന്നു. ആൻഡ് ഓൾസോ കോൾഡ് ആസ് സെന്റർ ലെയ്ത്ത്. ഇതാണ് നമ്മുടെ സെന്റർ ലെയ്ത്ത് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ എറ്റ് എ ടൈമിൽ ഒരു ഓൾഡൻ ഡേയ്സിൽ ഏറ്റവും കൂടുതൽ കണ്ടുവെക്കുന്ന, അല്ലെങ്കിൽ ഈ മദർ ഓഫ് ലെയ്ത്ത് എന്ന് പറയുന്ന സമയത്ത് കൂടി ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലെയ്ത്ത് ആയിരുന്നു എഞ്ചിൻ ലെയ്ത്ത്. ആസ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഡെവലപ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് കൂടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് ദ പ്രൊഡക്ട്സ് ഹയർ ആകുന്ന സമയത്തിനനുസരിച്ചിട്ട് ലെയ്ത്തും ഇങ്ങനെ എന്താ പറയുക ഡെവലപ്പ് ചെയ്ത് വരികയായിരുന്നു. ഓക്കെ, സോ in engine lathe more than 6 range of spindle speeds can be obtained by step-on pulleys or by changing gears. According to power transmission, belt drive and geared hand stock lathes and not പ്രൊഡക്ഷൻ ലെയ്ത്ത്. ഇതൊരു പ്രൊഡക്ഷൻ ലെയ്ത്ത് അല്ല, ഫൗണ്ട് ഇൻ സം സ്കൂൾ ഷോപ്സ്, ടൂൾ റൂം. ഇപ്പം നമുക്ക് കോളേജസിൽ അല്ലെങ്കിൽ ജോബ് ഷോപ്സിൽ ചെറിയ ചെറിയ ജോബ് ഷോപ്സ് ഒക്കെ ഉണ്ടാവും. അതായത് നിങ്ങൾ കോയമ്പത്തൂർ പോലെ ഇങ്ങനെ ഈ പർട്ടിക്കുലർലി മെറ്റൽ റിലേറ്റഡ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉള്ള സാധാരണ ഷോപ്സ് ഉണ്ടാവില്ലേ, അവർ ഈ ടൂൾ റൂം ഷോപ്സ് എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന എഞ്ചിൻ ലെയ്ത്തായിരിക്കും. അതായത് ചെറിയ ചെറിയ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഷോപ്സുകൾ ഉണ്ടാകും. അവിടെയൊക്കെ കാണാൻ പറ്റുന്നത് നമുക്ക് എഞ്ചിൻ ലെയ്ത്തായിരിക്കും. സോ പ്രൈമർലി ഫോർ എ സിംഗിൾ പീസ് ഓർ ഷോർട്ട് റൺ ഉണ്ടോ, വളരെ സിംഗിൾ പീസ് ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാക്കുക, മാനുവലി ഓപ്പറേറ്റഡ് ആണ്. നമുക്ക്
സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു മെഷീൻ ഷോപ്പ് എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ, ചില ടൂൾസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ചില ടൂൾസിന്റെ ഷാർപ്പനിങ് അത് ഇത്, പിന്നെ ചില ചെറിയ ചെറിയ പ്രൊഡക്ട്സ്, ആ ഒരു രീതിയിൽ ഒരു ടൂൾ റൂം ഷോപ്സിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ലെയ്ത്ത് ആണ് എൻജിൻ ലെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബെഞ്ച് ലെയ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം. ബെഞ്ച് ലെയ്ത്ത് ചെറിയൊരു ഒരു ബെഞ്ചിൽ നമുക്ക് കുളിക്കാൻ പറ്റുന്ന ചെറിയൊരു ലെയ്ത്ത്. ഇറ്റ് ഈസ് എ സ്മോൾ സൈസ്ഡ് എൻജിൻ ലെയ്ത്ത് മൗണ്ടഡ് ഓൺ വളരെ ഒരു എൻജിൻ ലെയ്ത്തിനെ നമ്മൾ വീണ്ടും ഒന്ന് ചെറുതാക്കി ഒരു ബെഞ്ചിന്റെ മേലെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലെയ്ത്തിനെയാണ് ബെഞ്ച് ലെയ്ത്ത് എന്ന് പറയുന്നത്. ഒരു എ ബെഞ്ച് ടോപ്പ് മോഡൽ യൂഷ്വലി ഓഫ് ലോ പവർ യൂസ്ഡ് ടു മേക്ക് പ്രിസിഷൻ മെഷീൻ സ്മോൾ ലൈറ്റ് വെയിറ്റ് വർക്ക് പീസസ്. വളരെ ചെറിയ സ്മോൾ ലൈറ്റ് വെയിറ്റ് വർക്ക് പീസസ് വളരെ പ്രിസിഷൻ ആയിട്ട് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലെയ്ത്ത് ആണ് ബെഞ്ച് ലെയ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ തിയറി പാർട്ടാണ്, നിങ്ങൾ വായിക്കുക. ഓക്കെ, കുറച്ച് എഴുതാനുണ്ടാവും. സ്റ്റിൽ ഒരു ഒന്നോ രണ്ടോ ഓരോ ലെയ്ത്തിനെ പറ്റിയിട്ട് ഒരു 3 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. വിത്ത് അതൊരു പ്രിസൈസ്ഡ് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കണം. അല്ലാതെ ബെഞ്ച് ലെയ്ത്ത് വളരെ നല്ലതാണ്, ബെഞ്ച് ലെയ്ത്ത് കൊള്ളാം എന്നൊന്നും എഴുതി വെച്ചേക്കരുത്. ഓക്കെ, കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? Yes, sir. Yes, sir. നിങ്ങൾ സ്ഥിരം എഴുതുന്നത് പോലെ ബെഞ്ച് ലെയ്ത്ത് വളരെ ആക്യുറേറ്റ് ആണ്. ബെഞ്ച് ലെയ്ത്ത് എന്താ പറയാ, അത്യാവശ്യം കൊള്ളാവുന്നതാണ്, കാണാൻ രസമുണ്ട്, അങ്ങനെയൊന്നും എഴുതി വെക്കരുത്. എന്ത് എഴുതുമ്പോഴും അതിന്റെ ഒരു 3 മെയിൻ പോയിന്റ്സ് എവിടെ നിന്നൊക്കെ ആണോ നിങ്ങൾക്ക് കിട്ടുന്നത്, ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. അത് പഠിക്കുക എന്നുള്ളതാണ് ഈ ടൈപ്സ് ഒക്കെ പഠിക്കുമ്പോൾ എളുപ്പം. ടൈപ്പ് ഓഫ് ലെയ്ത്ത്, ടൈപ്സ്, എന്ത് ടൈപ്സ് പഠിക്കുമ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ എന്ത് ടൈപ്പിനെ പറ്റിയിട്ട് ഒരു 3 പോയിന്റ് അല്ലെങ്കിൽ 4 പോയിന്റ് ആ ഒരു രീതിയിൽ പഠിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ബെഞ്ച് ലെയ്ത്ത്. ഒരു സെൻട്രൽ ലെയ്ത്തിനെ വീണ്ടും കുഞ്ഞിയാക്കിയിട്ട് ചെറുതാക്കി ആൻഡ് ടു മേക്ക് ഇറ്റ് എ പ്രിസിഷൻ വളരെ ലോ പവറിൽ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ചെറിയ ചെറിയ വർക്ക് പീസസുകൾ ലോ പവറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലെയ്ത്ത് വിച്ച് ലുക്സ് ലൈക്ക് എ സ്മോൾ ലെയ്ത്ത് ഓൺ എ ബെഞ്ച്. ആ ഒരു രീതിയിലാണ് ബെഞ്ച് ലെയ്ത്ത് പറയുന്നത്. ടൂൾ റൂം ലെയ്ത്ത് സെയിം ആസ് എൻജിൻ ലെയ്ത്ത്. ഞാൻ പറഞ്ഞില്ലേ, എൻജിൻ ലെയ്ത്ത് എന്ന് പറയുന്നത് ടൂൾ റൂം ഷോപ്സിൽ ഉപയോഗിക്കുന്നതാണ്. സോ ടൂൾ റൂം ലെയ്ത്ത് is used for the production of small work, precision works like tools, gauges, fixtures. നിങ്ങൾക്ക് ഈ കിട്ടുന്ന പല ടൂൾസും ഉണ്ടാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ അതൊന്നും ആലോചിച്ചാൽ മതി അല്ലേ. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ടൂൾസ്, കയ്യിൽ നമ്മളിപ്പം ഗേജസ് ഉപയോഗിക്കുന്നുണ്ട്, ഫിക്സ്റ്റേഴ്സ്, ജിഗ് ആൻഡ് ഫിക്സ്റ്റേഴ്സ് ഉണ്ട്, പല പാർട്സുകൾ ഉണ്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള. ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല. ഇത് ചെയ്യുന്നത് ഇതേപോലെ എൻജിൻ ലെയ്ത്തിലാണ്. ചില എൻജിൻ ലെയ്റ്റ്സിൽ അല്ലെങ്കിൽ ചില ടൂൾ റൂം ലെയ്റ്റ്സിൽ ഈ ഒരു പാർട്സ് ഒക്കെ ചെയ്യുക. അതായത് ഒരു മാസീവ് ഇൻഡസ്ട്രി, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസീവ് ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒരു എറ്റ് എ ടൈം ഇത്രക്കാരം പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ടൈപ്പ് കമ്പനീസിലോ ഉപയോഗിക്കാത്ത, അങ്ങനത്തെ സ്ഥലത്തൊന്നും ഉപയോഗിക്കില്ല. ബട്ട് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് കോമൺലി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു ടൂളിനെ പറ്റി ചെറിയ ചെറിയ ആവശ്യങ്ങൾ ആ ഒരു രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് എൻജിൻ ലെയ്ത്ത് എന്ന് പറയുന്നത്. സിമിലർലി ആണ് ടൂൾ റൂം ലെയ്ത്തും. നിങ്ങൾക്കൊക്കെ നമ്മുടെ കോളേജസിലൊക്കെ സെൻട്രൽ ലെയ്ത്ത് ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻജിൻ ലെയ്ത്ത് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. അതായത് നമുക്ക് ജസ്റ്റ് കമ്പയർ കാണിക്കാൻ പറ്റുന്നത്, അതായത് നമുക്ക് ലെയ്ത്ത് ചെയ്യാൻ വേറെ സംഭവങ്ങളാണ് ഉണ്ടാവുക, എന്നിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കും ദിസ് ഇസ് എ ടൂൾ റൂം ലെയ്ത്ത്, ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പറ്റുക, ഇതിപ്പോൾ വർക്കിംഗ് അല്ല എന്ന് പറയുകയും ചെയ്യും. ഓ ആയിക്കോട്ടെ, മനസ്സിലായി. ലൈക്ക് വൈസ്. ബട്ട് മോസ്റ്റ്ലി ഇപ്പം നിങ്ങൾക്ക് ഈ ടൂൾ റൂം ലെയ്റ്റ്സ്, ടൈപ്സ് ഓഫ് ലെയ്റ്റ്സ് ഒക്കെ കാണാനുണ്ടെങ്കിൽ ഒന്ന് കോയമ്പത്തൂർ ഇറങ്ങി 4 റൗണ്ട് നടന്നാൽ മതി. പല ഷോപ്സിലും ഈ ടൂൾ റൂം ലെയ്റ്റ് ഷോപ്സ് ഒക്കെ ഉണ്ടാവും ഇഷ്ടംമാതിരി. അവിടെയാണ് ഏറ്റവും കൂടുതൽ മെറ്റൽസിന്റെ നിങ്ങൾക്ക് ചെറിയ പ്രൈസിലും കിട്ടുന്നത്, അടുത്ത് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ഓക്കെ, അത് നിങ്ങൾ പഠിക്കും. നിങ്ങളൊരു S7 S8 ഒക്കെ എത്തുമ്പോൾ പ്രൊജക്റ്റ് എത്തുമ്പോഴേക്കും പഠിക്കും. സോ ഇതാണ് ടൂൾ റൂം ലെയ്ത്ത് എന്ന് പറയുന്നത്. സോ ഡിഫറെന്റ് സ്പീഡ്സ് ക്യാൻ ബി അച്ചീവ്ഡ് എനിവേ. എന്തായാലും ചെയ്യാൻ പറ്റും. കോസ്റ്റ്ലി ആസ് കമ്പയർ ടു സ്മോൾ സൈസ് എൻജിൻ ലെയ്ത്ത്. എൻജിൻ ലെയ്ത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടൂൾ റൂം ലെയ്ത്ത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്. സോ
ഇപ്പൊ പൊതുവേ നമുക്ക് ഒരു മാനുഫാക്ചറിങ് കമ്പനീസിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് സെമി ഓട്ടോമാറ്റിക് ആൻഡ് ഓട്ടോമാറ്റിക് ലെയ്ത്ത് ആണ്. സോ യൂസ്ഡ് ഫോർ മാസ് പ്രൊഡക്ഷൻ. ക്യാപ്സ്റ്റൺ ലെയ്ത്ത് ആൻഡ് ടററ്റ് ലെയ്ത്ത് പറഞ്ഞിട്ട് 2 ടൈപ്പ് ഓഫ് ലെയ്ത്ത് ആണ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ടൈപ്പ്. സോ ഇത് ഈ ഒരു പാർട്ട് നമ്മൾ ഫിഫ്ത്ത് മോഡ്യൂളിൽ വളരെ ഡീപ്പായിട്ട് പഠിക്കും. ആ സമയത്ത് പഠിക്കാം. വാട്ട് യു മീൻ ബൈ ക്യാപ്സ്റ്റൺ ലെയ്ത്ത് ആൻഡ് ടററ്റ് ലെയ്ത്ത്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എഞ്ചിൻ ലെയ്ത്ത് ആൻഡ് ക്യാപ്സ്റ്റൺ ലെയ്ത്ത്. ആ ഒരു രീതിയിൽ ഡിഫറൻസ് നല്ലപോലെ പഠിക്കാനുണ്ട്. ഓക്കെ, സോ സെമി ഓട്ടോമാറ്റിക് ലെയ്ത്ത് ആൻഡ് ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് സോ ആ സമയത്ത് പഠിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻസ് ആ സമയത്ത് പഠിക്കാം. സോ വാട്ട് യു മീൻ ബൈ എ സെമി ഓട്ടോമാറ്റിക് ലെയ്ത്ത് മീൻസ് ഇറ്റ്സ് യൂസ്ഡ് ഫോർ മാസ് പ്രൊഡക്ഷൻ. അതായത് ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് നമ്മൾ മാസ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ലെയ്ത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെമി ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്ന് വിളിക്കുന്നത്. അതായത് സെമി ഓട്ടോമാറ്റിക് ആ പേരിൽ തന്നെ ഉണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിരിക്കില്ല, സെമി ഓട്ടോമാറ്റിക്. ഇനി ഓട്ടോമാറ്റ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ലെയ്ത്ത് ആണ്. ഇതൊരു സെമി ഓട്ടോമാറ്റിക് ലെയ്ത്ത് ആണ് നിങ്ങൾ കാണുന്നത് ഈ ഫിഗർ. ഓക്കെ, ഇനി ഓട്ടോമാറ്റിക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ എ ലെയ്ത്ത് ഇൻ വിച്ച് വർക്ക് പീസ് ഈസ് ഓട്ടോമാറ്റിക്കലി ഫെഡ്. നമ്മൾ സെമി ഓട്ടോമാറ്റിക്കിൽ ചെയ്യുന്ന പല കാര്യങ്ങളും, അതായത് ഓട്ടോമാറ്റിക് അല്ലാണ്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ അതുകൂടി ഓട്ടോമാറ്റിക് ആക്കിയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ലെയ്ത്തിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്ന് പറയുന്നത്. ഓൾസോ വി നോൺ ആസ് ഓട്ടോമാറ്റ്സ് എന്ന് പറയും. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓട്ടോമാറ്റ്സ്. സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റ് ഉണ്ട്, മൾട്ടി സ്പിൻഡിൽ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? സ്പീഡ് ആവുന്നില്ലല്ലോ? ഇത് കോമൺ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, പാർട്സ് ഒക്കെ പറയുമ്പോൾ ഉള്ള ആ ഒരു സ്ലോ ഇതിന് വേണ്ട. ഓക്കെ, ഇതാണ് ഇത്രയും ടൈപ്സ് ഓഫ് ലെയ്ത്ത്സ് ആണുള്ളത്. ലൈക്ക് സെമി ഓട്ടോമാറ്റിക് ലെയ്ത്ത്, ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഓട്ടോമാറ്റിക് ലെയ്ത്ത് ഇൻ എ വേ, ഈ നമ്മൾ വർക്ക് പീസ് കൊടുക്കുന്ന സമയത്ത് വർക്ക് പീസ് നമ്മൾ ഒരു ചെക്കിൻ്റെ മേലെയോ അല്ലെങ്കിൽ അല്ലേ ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസിൻ്റെ മേലെയോ വെക്കും. സോ ഇത് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയാൽ, വിത്തൗട്ട് യൂസിങ് ആൻ ഓപ്പറേറ്റർ ആയാൽ, ഇറ്റ് ഈസ് കോൾഡ് ഓട്ടോമാറ്റിക് ലെയ്ത്ത്. അല്ലെ, അങ്ങനെ ഒരു ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ലെയ്ത്തിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയർസ് ലെസ് അറ്റൻഷൻ. അതായത് ഒരു സെറ്റപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളൊരു സെറ്റപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ലെസ് അറ്റൻഷൻ. ഓക്കെ, ഞാനിതിൻ്റെ വീഡിയോ കാണിച്ചു തരും. ഒരു ടൈപ്പ് നമുക്കൊരു എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ഫിഫ്ത്ത് മോഡ്യൂൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫിഫ്ത്ത് മോഡ്യൂളിലെ ലാസ്റ്റ് ഞാൻ കുറേ വീഡിയോസ് കാണിച്ചു. ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. നമ്മൾ എല്ലാ പഠിച്ച കാര്യങ്ങളും ഒരൊറ്റ വീഡിയോയിൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഷോപ്പിൽ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് അല്ലേ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ പറയാം ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് കാറിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഓൾറെഡി ഈ ലംബോർഗിനിൻ്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് കാണാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും മെക്കാനിക്കലിൽ പൊതുവെ. അങ്ങനെയൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലെയ്ത്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റോബോട്ട്, പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട് എന്നുള്ള സ്കീമിലൊക്കെ പറയുന്നത് പോലെ റോബോട്ടിക് ഹാൻഡ്സ് വെച്ചിട്ട് ഈ വർക്ക് പീസ് വെക്കുക റിമൂവ് ചെയ്യുക എന്നുള്ള പറ്റുന്ന ഒരു പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടോ? സെയിം വേ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നോ ഡൗട്ട്സ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, പിന്നെ ഈ ഫസ്റ്റ് മോഡ്യൂളിന്റെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നോ നിങ്ങൾ? ഫസ്റ്റ് മോഡ്യൂളിന്റെ പ്രോബ്ലമാറ്റിക് പാർട്സ് നോക്കിയിട്ടുണ്ടായിരുന്നോ? വീഡിയോ വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ടൈമില്ലായിരുന്നു. നോക്കണം. ഓക്കെ, അത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയണം. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്. അതിനനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അത് മറക്കരുത്. ഓക്കെ, ഞാനൊന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ. വെയിറ്റ് ചെയ്യും, ആരും പോകരുത്.